2 വർഷത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഗാസ യുദ്ധം ഒരു നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. വെടിനിർത്തൽ, ഇസ്രായേലി ബന്ദികളുടെ മോചനം, ഗാസയുടെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിതവും ശക്തവുമായ പ്രതികരണം ആഗോള ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു. താൻ ഹമാസുമായും മറ്റ് ലോകരാജ്യങ്ങളുമായും പോസിറ്റീവ് ചർച്ചകൾ നടത്തിയെന്ന് വെളിപ്പെടുത്തിയ ട്രംപ് ഈ നീക്കങ്ങളിൽ ഉണ്ടാകുന്ന ഏത് കാലതാമസം വൻതോതിലുള്ള രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ ഇടപെടൽ നിലവിലെ നയതന്ത്ര ശ്രമങ്ങളുടെ സങ്കീർണതയെ മിഡിൽ ഈസ്റ്റിലെ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് അടിയന്തര പ്രാധാന്യം എടുത്തു പറയുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ നിലവിലെ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ചാനലുകൾക്ക് പുറത്ത് ഇത്രയും സെൻസിറ്റീവായ വിഷയത്തിൽ താൻ ഇടപെടുന്നുവെന്ന് തുറന്നു പറയുന്നതിലൂടെ അദ്ദേഹം ഈ വിഷയത്തിലുള്ള തന്റെ സ്വാധീനം വ്യക്തമാക്കാനും ശ്രമിക്കുന്നു. ട്രംപിന്റെ പോസ്റ്റിൽ ചർച്ചകളുടെ ലക്ഷ്യം വ്യക്തമായി നിർവചിക്കുന്നുണ്ട്. ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രായേലി പൗരന്മാരെ മോചിപ്പിക്കുക എന്നതാണ് അടിയന്തര ലക്ഷ്യം. ഏകദേശം 2 വർഷമായി തുടരുന്ന സംഘർഷത്തിന് അറുതി വരുത്തുക. ഈ ഇടപെടലിലൂടെ ആത്യന്തികമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക. ട്രംപിന്റെ പോസ്റ്റിലെ പ്രധാനം അദ്ദേഹത്തിന്റെ ചർച്ചാ പങ്കാളികളെക്കുറിച്ചുള്ള പരാമർശമാണ്. ഹമാസുമായും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായും ഇത് അനൗദ്യോഗികമായിട്ടുള്ള നയതന്ത്രത്തിലെ അദ്ദേഹത്തിന്റെ വിശാലമായ ശൃംഖലയെ സൂചിപ്പിക്കുന്നു. ഈ വാരാന്ത്യത്തിൽ നടന്ന ചർച്ചകൾ വളരെ നല്ലതായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ട്രംപിന്റെ പ്രസ്താവനയുടെ ഏറ്റവും ഗൗരവമേറിയ ഭാഗം ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള അദ്ദേഹത്തിന്റെ അടിയന്തരമായ ആവശ്യമാണ്. ആദ്യഘട്ടം ഈ ആഴ്ച പൂർത്തിയാക്കണമെന്ന് തനിക്ക് വിവരം ലഭിച്ചതായും എല്ലാവരും വേഗത്തിൽ നീങ്ങാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.